بسم الله الرحمن الرحيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد إن يشأ يذهبكم ويأت بخلق جديد وما ذلك على الله بعزيز ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين اتقوا الله عباد الله. ആദരണീയനായ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി അവർകളെ, അഭിവന്യരായ അതിഥികളെ, വേദിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കുട്ടികളെ,
സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുവൈത്തിൽ ഇത്തരമൊരു കാലയളവിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയിൽ ഇത്രയേറെ ആളുകൾക്കിവിടെ സംഗമിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ ആഹ്ലാദകരമായ ഒരു സംഗതിയാണ്. വിശുദ്ധ റമദാനിന്റെ സവിശേഷമായ നേട്ടങ്ങൾ ഓരോന്നും പരമാവധി സ്വന്തമാക്കണമെന്ന പരിശുദ്ധമായ മനസ്സുമായാണ് എല്ലാവരും. ആർക്കും അന്യായമായ കാര്യങ്ങൾ ആലോചിക്കാനില്ല. ഒരു മനസ്സിലും പകയോ അസൂയയോ നിലനിൽക്കുന്നില്ല. തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാനോ വഞ്ചന, കളവ്, സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ മേഖലകളെപ്പറ്റി ചിന്തിക്കാനോ നേരമില്ലാതെ അവനവന്റെ ജീവിതത്തെ ഓരോരുത്തരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ സന്ദർഭമാണ്. ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഈ റമദാനിൽ കരസ്ഥമാക്കേണ്ട നേട്ടം ഈ റമദാനിൽ തന്നെ കരസ്ഥമാക്കണം. ഈ ദിവസങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെടുന്നത് നഷ്ടം തന്നെയാണ്. ഇനിയൊരു റമദാൻ നമുക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ആ റമദാനിൽ വേറെ തന്നെ സമ്പാദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നേട്ടം ഇന്ന് തന്നെ സ്വന്തമാക്കുക എന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആൻ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിശ്ചയം നാം നിങ്ങളെ വൃഥ സൃഷ്ടിച്ചതാണെന്ന്, ഒരിക്കലും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന്? ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ നമ്മുടെ സൃഷ്ടാവായ സർവാധികാരിയായ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിന്റെ ചോദ്യം, മനുഷ്യ നിന്നെ വെറുതെ പടച്ചതാണോ? നീ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ കരുതുന്നത്? രണ്ടിനും നമ്മുടെ ഉത്തരം, പടച്ചവനെ നീ ഞങ്ങൾ വെറുതെ പടച്ചതല്ല. തീർച്ചയായും നിന്നിലേക്ക് മടങ്ങി വരുമെന്ന് നമുക്കറിയാം. ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായ, കണിശമായ, സംശയരഹിതമായ ലക്ഷ്യബോധം നൽകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർണായകമായ സവിശേഷത. നിങ്ങൾ നോക്കൂ, നമുക്കൊരു കാലമുണ്ടായിരുന്നു, അന്ന് നമുക്ക് ഇതേപോലെ രൂപമില്ല, പേരില്ല, നാം ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടില്ല. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടാവുന്ന ഒന്നായിരുന്നില്ലാത്ത കാലം കഴിഞ്ഞുപോയി. എന്നെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചാണ്. എവിടെയാണ് നമ്മുടെ തുടക്കം? ഈ ഭൂമിയിൽ ഒരു പൊടി പോലുമില്ല. പിന്നെയോ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ സർവാധികാരിയായ സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ثم جعل لكم السمع والابصار والافئده. പിന്നീടാണ് അവൻ നിങ്ങൾക്ക് കേട്ടറിയാനുള്ള കാതുകളും കണ്ടു മനസ്സിലാക്കാനുള്ള കണ്ണുകളും ചിന്തിക്കാനുള്ള ഹൃദയങ്ങളും നൽകിയത്. പക്ഷേ അല്പം മാത്രമാണ് നാം നന്ദി കാണിക്കുന്നത്. ഒന്നുമല്ലാത്ത നാം പിന്നീട് പറയാനോ പരിചയപ്പെടുത്തി കൊടുക്കാനോ പ്രത്യേകിച്ച് കൗതുകം തോന്നാത്ത കേവലം ഒരു ദ്രവത്തിൽ നിന്ന്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ആണ് ആരംഭിച്ചത് എന്ന് ഓർക്കണം. പിന്നീട് മാതാവിന്റെ ഗർഭാശയത്തിൽ 9 മാസം ഒരാഴ്ചക്കാലം സർവാധികാരിയായ യുക്തിമാനായ തമ്പുരാന്റെ നിയന്ത്രണത്തിൽ പൂർണ്ണതയാർന്ന ഒരു മനുഷ്യനായി നാം രൂപം കൊണ്ടു. ഏതെങ്കിലും ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ ഇല്ലാത്തവണ്ണം അത്യുജ്വലമായ ഒരു ദൃഷ്ടാന്തമായി നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീണു. നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് സർവശക്തനായ നാഥൻ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ക്രമേണ കാര്യങ്ങൾ കേൾക്കാനും കേട്ടറിയാനും കാണാനും കണ്ടു പഠിക്കാനും ചിന്തിക്കാനും ഈ ലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നേടാനും തുടങ്ങി. സർവശക്തനായ കരുണാവാരിധിയായ തമ്പുരാൻ മനുഷ്യനെ അവൻ ആരെന്ന് പഠിപ്പിച്ചു. അതിനായി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. പ്രവാചകന്മാർക്ക് അവൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. എന്റെ അരികിൽ നിന്നുള്ള ജീവിതത്തെക്കുറിച്ച് മാർഗദർശനം വന്നെത്തുമ്പോൾ ആരാണോ അത് പിന്തുടരുക അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. നൽകപ്പെട്ട അനുഗ്രഹങ്ങളും അറിവും ചിന്താശേഷിയും സന്മാർഗദർശനവും പ്രയോജനപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
തന്റെ ജീവിതത്തെ കുറിച്ച് ഒട്ടും ആലോചിക്കാതെ മറ്റു കന്നുകാലികളെ പോലെ, ബുദ്ധിയില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, കണ്ടുഗ്രഹിക്കാൻ കഴിയാത്ത പ്രാണികളെ പോലെ, പറവകളെ പോലെ കേവലം തിന്നുക, കുടിക്കുക, ഭുജിക്കുക, ഭോഗിക്കുക, ആസ്വദിക്കുക എന്നതിലപ്പുറം മറ്റൊരു ചിന്തയുമില്ലാത്ത മനുഷ്യർ പിന്നീട് അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ നരകാഗ്നിയിൽ ആപതിക്കേണ്ടി വരുമെന്നും, നേരെ മറിച്ച് താൻ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കുകയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പഠിക്കുകയും സർവാധികാരിയായ തമ്പുരാനെ തിരിച്ചറിയുകയും അവനെ മാത്രം വണങ്ങാൻ, അവനെ മാത്രം ആരാധിക്കാൻ, അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധമായ രീതിയിൽ ക്രമീകരിക്കാൻ തയ്യാറായാൽ അവന് വ്യക്തമായ സ്വർഗത്തിന്റെ സൗഭാഗ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരാനിരിക്കുന്നു. അവിടെ ആ വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹമായി ലഭിച്ച ഈ നിസ്സാരമായ ജീവിതമുണ്ടല്ലോ, വളരെ പരിമിതമായ ജീവിതം ഒരു ദിവസം അവസാനിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഓരോരുത്തരും മരണം രുചിക്കുക തന്നെ ചെയ്യും. പിന്നീട് അന്തിമനാളിലാണ് പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുക. അന്നേരം ആരാണോ നരകാഗ്നിയിൽ നിന്ന് കരകയറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ ലോകാന്ത്യം വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹവും ഏറ്റവും നിർണായകമായി പഠിക്കേണ്ട വിഷയം. അത് തെളിവിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ സന്ദേശം ശ്രദ്ധിക്കുക, അത് പഠിക്കുക, അത് ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുക എന്ന ദൗത്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ളത്. അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ആരാധനകളിലൂടെ തമ്പുരാന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു. അവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമേ എന്റെ ഓരോ ചലനങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന പ്രഖ്യാപനം വിശുദ്ധ റമദാനിൽ, അത് ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല അതിന്റെ പ്രയോഗം എങ്ങനെയെന്ന്. ഏതായിരുന്നാലും ശരി, ഒരു നാൾ മരിച്ചാൽ പിന്നീടെന്ത്, അതോടുകൂടി അവന്റെ ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മരണം കഴിഞ്ഞാൽ തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. നേരത്തെ ചോദിച്ചല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന്. ഇല്ല, നമുക്കറിയാം റബ്ബിലേക്ക് മടക്കമുണ്ട്. നമ്മെ ആരാണോ ഈ ഭൂമിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചത്, നമുക്കാരാണോ സകല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞത്, നമ്മെ ആരാണോ മരിപ്പിക്കുന്നത്, അവൻ തന്നെ തീർച്ചയായും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് മരണാനന്തരം ദീർഘമായ ഒരു കാലയളവ് ബർസഖിൽ കഴിച്ചുകൂട്ടേണ്ടി വരും. ഖബറിൽ എത്രത്തോളം? അവിടുത്തെ ഒരു ദിവസത്തിന് പോലും 50,000 വർഷത്തിന് ദൈർഘ്യമായിരിക്കും. സാക്ഷാൽ ആരാധ്യനായ സർവശക്തനെ തിരിച്ചറിയുകയും അവനെ മാത്രം ആരാധിക്കാൻ സന്നദ്ധമാവുകയും പ്രവാചകൻ പഠിപ്പിച്ച നന്മയുടെ പാതയിലൂടെ ജീവിതം നയിക്കാൻ സന്നദ്ധമാവുകയും ചെയ്ത ആളുകൾക്ക് ബർസഖിൽ സ്വർഗത്തിന്റെ അനുഭവം ഉണ്ടാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ നിരാകരിച്ചതിന്റെ പേരിൽ, തന്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയാത്തതിന്റെ പേരിൽ ബർസഖിയായ ജീവിതത്തിൽ നരകാഗ്നിയുടെ കെടുതികൾക്ക് വിധേയമാകേണ്ടി വരും. ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ ഉണരുകയും എന്നിട്ട് അവരുടെ മരണം വരെയുള്ള ജീവിതത്തിന്റെ മരണനേരത്തുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങൾ, ദീർഘമായ കാലയളവ്, ഒരു ദിവസം 50,000 കൊല്ലമാണെങ്കിൽ അങ്ങനെയുള്ള എത്രയോ വർഷങ്ങൾ കഴിച്ചുകൂട്ടണം. അത് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അങ്ങനെ സർവാധികാരിയായ തമ്പുരാൻ വിശാലമായ ഒരു മഹ്ശറിൽ, സൂര്യൻ തലയ്ക്ക് മീതെ കത്തിജ്വലിക്കുന്ന മഹ്ശറിൽ, ഉടുതുണിയില്ലാതെ, ചെരുപ്പിടാതെ, ചേലാക്രമം ചെയ്യപ്പെടാതെ മുഴുവൻ ആളുകളും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർക്കണം. സത്യവിശ്വാസികൾക്ക് അവിടെ അതാ സവിശേഷമായ അറസ്റ്റിന്റെ തണൽ നൽകപ്പെടും. അതിന്റെ കുളിർമയിൽ, ശീതള ഛായയിൽ സന്തോഷം നുകരാൻ അവർക്ക് ഭാഗ്യമുണ്ടായത് മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ ജീവിതം തുടങ്ങിയത് എവിടെ നിന്ന് എന്നവനറിയാം, തന്നെ നിയന്ത്രിച്ചത് ആരെന്നവനറിയാം, തന്നെ മരിപ്പിച്ചത് ആരാണെന്നറിയാം, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആരാണെന്നവനറിയാം. അതുകൊണ്ട് സർവാധികാരിയായ തമ്പുരാന് തന്റെ ജീവിതം സമർപ്പിച്ചതിന് പകരമായി അതാ അറശിന്റെ തണൽ ലഭിക്കാനുള്ള ഭാഗ്യം അവനുണ്ടാകും. ദീർഘകാലയളവാണ്. ബർസഖിൽ കഴിച്ചുകൂട്ടിയതിനേക്കാൾ വലുപ്പമുള്ള ദീർഘമായ കാലയളവുകൾ വിചാരണയ്ക്ക് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കും. അതിൽ വലിയ വലിയ ചക്രവർത്തിമാർ, ബുദ്ധിജീവികൾ, ശാസ്ത്രകാരന്മാർ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ ഒരാളും മറ്റൊരാളെയും സഹായിക്കാനില്ലാത്ത വണ്ണം ഒരാളും മറ്റൊരാളെ സഹായിക്കുന്നില്ല. രക്ഷിതാക്കൾക്ക് സന്താനങ്ങളെയോ, അവർക്ക് മാതാപിതാക്കളെയോ, സഹോദരങ്ങൾക്ക് പരസ്പരമോ, നേതാക്കന്മാർക്ക് അനുയായികളെയോ, അനുയായികൾക്ക് നേതാക്കന്മാർ
സഹോദരന്മാരെയോ ആശ്വസിപ്പിക്കാനോ അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാനോ കഴിയാതെ നമുക്ക് നൽകപ്പെട്ട ബുദ്ധിയും നമുക്ക് നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന ഹിദായത്തിന്റെ ദൈവിക ദർശനവും അത് എപ്രകാരമാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് കൃത്യമായി വിലയിരുത്തുന്ന വിചാരണയുടെ ഒരു ഘട്ടം അത് പിന്നീട് ആരംഭിക്കും. അങ്ങനെ നമ്മുടെ നന്മയും തിന്മയും അതിവ്യക്തമായി വേർതിരിക്കപ്പെടും. ഒരു അണുവളവ് നന്മയാണോ നാം ചെയ്തത് അത് കാണുക തന്നെ ചെയ്യും, തിന്മയാണെങ്കിലും അത് കാണും. അങ്ങനെ ഓരോ ചെറുതും വലുതുമായ മുഴുവൻ നന്മയും തിന്മയും വേർതിരിക്കപ്പെടുന്ന വിചാരണയുടെ ഘട്ടമാണ്. തമ്പുരാനെ കുറിച്ച് തിരിച്ചറിയാതെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതെ കേവലം കന്നുകാലികൾക്ക് സമാനമായി ജീവിതം നയിച്ച ആളുകൾക്ക് ഏറ്റവും അപമാനകരമായ ഒരു സന്ദർഭമായിരിക്കും അത്. പരസ്യമായി അവരെ വിചാരണ ചെയ്യുകയും അവരുടെ വലാലത്തിന്റെ വഴികേടിന്റെ പേരിൽ അങ്ങേയറ്റം വലിയ ശിക്ഷ അവർക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്ന ആ ദൈന്യമായ സന്ദർഭത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതാ ലളിതമായ വിചാരണയാണ്. അവരിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇബാദത്തുകളിലൂടെ റബ്ബ് പുറത്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ പരസ്യമായ വിചാരണ അവർക്കില്ല. അവരുടെ തെറ്റുകൾ മറ്റുള്ളവർ കാണുക അപമാനിക്കുമാറ് ഒരിക്കലും പരസ്യപ്പെടുത്തുന്നില്ല. റബ്ബ് അവന്റെ വലതുഭാഗത്തേക്ക് ചേർത്ത് വെക്കുകയും വലിയ ഒരു മറയിടുകയും നീ ചെയ്ത ഓരോ പാപങ്ങളും ഓർത്ത് അത് കാണിച്ചു തരികയും നീ ഓർക്കുന്നുണ്ടോ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്തത്, പക്ഷേ പിന്നീട് നീ അതേക്കുറിച്ച് ബോധവാനായി നീ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു നിന്റെ കുറ്റമേറ്റു പറഞ്ഞു. പിന്നീട് ഒരിക്കലും നീ ആ തെറ്റാവർത്തിച്ചില്ല. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു, നിന്റെ ജീവിതത്തെ നീ വിപുലീകരിച്ചു. ആരാധനകളിലൂടെ നമസ്കാരത്തിലൂടെ നീ നിന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു. സക്കാത്തിലൂടെ നിന്റെ മനസ്സിനെയും ശരീരത്തെയും നിന്റെ സമ്പത്തിനെയും നീ ശുദ്ധീകരിച്ചു. നോമ്പിലൂടെ നിന്റെ മനസ്സിനെയും സമ്പത്തിനെയും നാവിനെയും ശരീരത്തെയും എല്ലാം നീ ശുദ്ധീകരിച്ചു. ഹജ്ജിലൂടെ നിന്റെ മുഴുവൻ എല്ലാ ഭാഗങ്ങളെയും നീ ശുദ്ധീകരിച്ച് മാതാവ് പ്രസവിച്ച ദിനത്തിലെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പോലെ നീ മാറി. അതേ നിന്റെ ഇബാദത്തുകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ പുണ്യപ്രവർത്തനങ്ങളിലൂടെ നീ ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാനതൊക്കെ നിനക്ക് വിട്ടുപുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വിചാരണയുടെ ഘട്ടം കഴിഞ്ഞാൽ നന്മയും തിന്മയും തൂക്കുന്ന ഒരു സന്ദർഭമാണ്. മീസാനുകളിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ ഓരോരുത്തരും വെപ്രാളത്തോടുകൂടി എന്റെ നന്മ വർദ്ധിക്കുമോ എന്റെ നന്മ പെരുകുമോ എന്ന് വേവലാതിപ്പെടും. ഒരിക്കലും അന്നേരം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ നാം സമ്പാദിക്കുന്ന ഓരോ കാര്യവും, നാം ചൊല്ലുന്ന ഓരോ ദിക്റുകളും, നാം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങളും, നാം ദാനം ചെയ്യുന്ന ഓരോ ദീനാറും, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കുന്ന ഓരോ സന്ദർഭവും, നാം നിർവഹിച്ചു പോരുന്ന ഓരോ ഇബാദത്തും, ഇതാണ് നാളെ നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും ഖനം കൂട്ടുക എന്ന് ഓരോരുത്തരും ഓർക്കണം. പ്രവർത്തനങ്ങൾ തുല്യമായി വന്നാൽ ഒരൽപ്പം ഒന്ന് പൊങ്ങിക്കിട്ടാനും സ്വർഗാവകാശിയായി കിട്ടാനും വെപ്രാളപ്പെടുന്ന ഘട്ടത്തിൽ സ്വന്തം കുടുംബങ്ങൾ പോലും സഹായിക്കില്ലെന്നും തന്റെ സഹോദരനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അതേപോലെ ബന്ധുക്കളിൽ നിന്നെല്ലാം ജനങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ഈ കർമ്മങ്ങൾ തൂക്കുന്ന ഘട്ടത്തിലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കാണാം. അവസാനമായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, അത് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗമോ അല്ലെങ്കിൽ നരകമോ നിശ്ചയിക്കപ്പെടും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും പ്രവാചകന്റെ ചര്യ പഠിച്ച് അതിനോട് കൂറുപുലർത്തുകയും ചെയ്തു എന്ന ഒരൊറ്റ കാരണത്താൽ വിചാരണ അവന് ലളിതമായതുപോലെ, കർമ്മങ്ങൾ ഖനം തൂങ്ങിയതുപോലെ ഏറ്റവും പവിത്രമായ സിറാത്ത് എന്ന പാതയിലൂടെ സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് അവൻ ആനയിക്കപ്പെടും. അങ്ങേയറ്റത്തെ ഹൃദ്യമായ സ്വീകരണമാണ് അവിടെ ഉണ്ടാവുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിന്റെ ഭാവനയിലും വിരിയാത്ത ആ സ്വർഗത്തിന്റെ ഹൃദ്യമായ അനന്തമായ സുഖാനുഭൂതികൾ നുകരാൻ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് വലിയ വലിയ പദവികൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ചവൻ റയ്യാൻ എന്ന കവാടത്തുള്ള വിളിക്കപ്പെടും. അങ്ങനെ ഇബാദത്തുകൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് 8 സവിശേഷമായ കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതമായ പദവി അത് ജന്നാത്തുൽ ഫിർദൗസ് ആണ്. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. അങ്ങനെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒടുവിലതാ നിങ്ങൾക്ക് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നൽകി, ഇനി ഞാൻ നിങ്ങൾക്ക് അതിനേക്കാൾ സവിശേഷമായ ഒന്ന് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭക്തരായ അടിയാറുകൾ ഓരോന്നും ചോദിക്കുന്നത്, പടച്ചവനെ നീ എന്തു തരാനാണ്? ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, അതെല്ലാം നീ മാപ്പ് തന്നില്ലേ? ഞങ്ങൾ നരകത്തിൽ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റിയില്ലേ? നരകത്തിൽ രക്ഷപ്പെടുത്തിയില്ലേ? ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ? ഞങ്ങൾക്ക് നീ അങ്ങേയറ്റത്തെ സൗന്ദര്യം നൽകിയില്ലേ? സ്വർഗത്തിന്റെ സുന്ദരമായ സുഖാനുഭൂതികൾ നൽകിയില്ലേ? ഇനി എന്താണ് പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത്? അതാ പരമപരിശുദ്ധനായ പടച്ചതമ്പുരാൻ, സർവാധികാരിയായ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു അവന്റെ അടിയാറുകളുടെ മേൽ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അതിസുന്ദരനായ സാക്ഷാൽ ആരാധ്യനും സർവാധികാരിയുമായ തമ്പുരാനെ നേരിൽ നോക്കിക്കാണാനുള്ള ഒരു മഹത്തായ സന്ദർഭമുണ്ട്.
വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. എല്ലാവരുടെയും മുഖമെന്ന് പ്രസന്നമായിരിക്കും. എല്ലാവരും റബ്ബിലേക്ക് നോക്കി നിൽക്കും. ആ റബ്ബാരാണ് എന്നറിയുകയും അവന് തന്റെ ജീവിതം സമർപ്പിക്കുകയും. സമർപ്പണം അതാണ് ഇസ്ലാം. പ്രവാചകന്റെ വഴി അനുസരിക്കലാണ് ഇസ്ലാം, മറ്റൊരു കാര്യവുമല്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച പ്രകാരം, സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രകാരം ജീവിതത്തെ പഠിച്ചു മനസ്സിലാക്കി, ഇതാ ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞുപോയാൽ റബ്ബിന്റെ അരികിലേക്ക് പോകണം, അവനെ നേരിൽ നോക്കിക്കാണണം. അങ്ങനെ റബ്ബിനെ നോക്കിക്കാണാനുള്ള ഒരു മഹാഭാഗ്യം നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ജീവിതം. ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്രയേറെ കൃത്യമായ ഒരു വഴിത്തിരിവ് നമ്മുടെ ജീവിതത്തിന് മരണത്തോടു കൂടി ഉണ്ട്. മരണം കഴിഞ്ഞാൽ ബർസഖുണ്ട്, അത് കഴിഞ്ഞാൽ വിചാരണയുണ്ട്, അത് കഴിഞ്ഞാൽ കർമ്മങ്ങൾ തൂക്കുന്ന ഘട്ടമുണ്ട്, അത് കഴിഞ്ഞാൽ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലെത്തിയാൽ നമ്മുടെ പരമാധികാരിയായ പടച്ചവനെ നേരിൽ കാണാൻ ജീവിക്കുന്ന ആളുകളും അല്ലാത്തവരും ഒരുപോലെ ജീവിച്ചാൽ മതിയാകുമോ? മറ്റുള്ളിടത്ത് തിന്മകളാണ്, ഹറാമുകൾ, മദ്യം, ലഹരി, അതേപോലെ ചൂതാട്ടം, നൃത്തനൃത്യങ്ങൾ, തോന്നിവാസങ്ങൾ, വ്യഭിചാരം, അങ്ങനെയുള്ള അനേകം തോന്നിവാസങ്ങളോട് ജീവിച്ച് ജീവിത ലക്ഷ്യത്തെ കുറിച്ചറിയാതെ പിശാചുക്കൾക്ക് അവരച്ച് കാണിക്കുന്ന വഴികളിലൂടെ അധമമായി സഞ്ചരിക്കുന്ന ആളുകളും പരമപരിശുദ്ധമായ ജീവിത ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് തമ്പുരാനെ കാണാൻ വേണ്ടി മുന്നോട്ട് കുതിക്കേണ്ട ആളുകളും ഒരേ രീതിയിൽ സഞ്ചരിച്ചാൽ മതിയാകുമോ? ഒരിക്കലും മതിയാവുകയില്ല. കേരള ഇസ്ലാഹി സെന്ററും ഇസ്ലാഹി പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനവും ഈ ലോകത്തെ ജനതയെ വേർതിരിക്കുന്നത് തീർച്ചയായും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടിയല്ല ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതും അവർക്ക് വ്യക്തമായി പാഠങ്ങൾ നൽകുന്നതും. ഞങ്ങൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം മറിച്ച് സ്വർഗത്തിലെത്തണം, തമ്പുരാനെ നേരിൽ കാണണം. അങ്ങനെ അനശ്വരമായ അനുഭൂതി നുകരാൻ ഭാഗ്യമുണ്ടാകണമെങ്കിൽ ഇതാ തങ്ങളുടെ ജീവിത ലക്ഷ്യമറിയാതെ തോന്നിയതുപോലെ സഞ്ചരിക്കുന്ന ഒരു നിലവാരത്തിൽ റബ്ബ് പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന വഴിയിലൂടെ ജീവിതം നയിക്കണം. വിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണ്, സഹനത്തിന്റെ മാസമാണ്. ഖുർആനിന്റെ ആശയാദർശങ്ങൾ സഹനത്തോടുകൂടി ജീവിതത്തിൽ പകർത്താനുള്ള തീരുമാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. വേറിട്ട് ജീവിക്കാതെ നരകത്തിലേക്ക് പോകുന്നവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും എന്നിട്ട് ഞാൻ സ്വർഗത്തിലെത്തണമെന്ന് കരുതുകയും ചെയ്താൽ ശരിയാകുമോ? നേരത്തെ അതിഥി സൂചിപ്പിച്ച അതേ വാചകം തന്നെ, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ ആരാണെന്നറിയുമോ? തന്റെ മനസ്സിനെ വരുതിയിലാക്കുകയും നിയന്ത്രിക്കുകയും നാളത്തെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. സർവശക്തനായ അല്ലാഹു ആ വിജയം നേടാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. നമ്മുടെ നോമ്പും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും രാത്രി നമസ്കാരവും അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങളെയും പ്രബോധന ശബ്ദങ്ങളെയും ശ്രവിക്കുക. ഭൗതികമായ ദുനിയവി അജണ്ടകൾ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും നരകാഗ്നിയിൽ രക്ഷപ്പെടാൻ സഹായിക്കുക എന്ന സ്നേഹമസനമായ ദൗത്യമാണ്. ആ ദൗത്യത്തെ ചിന്താശൂന്യരാകാതെ കൃത്യമായ ആലോചനാ ശേഷിയോടുകൂടി സമീപിക്കുക, വിശകലന വിധേയമാക്കുക. എന്നിട്ട് സത്യത്തിന്റെ പാതയിൽ നമ്മുടെ ജീവിതം യഥാർത്ഥ വിജയത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.